ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അബ്ബേസ് ഫസ്റ്റ് സ്പീച്ച് എന്ന ചാപ്റ്ററാണ്. ഇവിടെ അബ്ബെ എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നടത്തിയ ഒരു സ്പീച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് R.D. വോഡ്സ്വർത്ത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Abbe made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. എബ്ബെ എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്താണ്. നഗ്നപാതനായിട്ട് വള്ളി പൊട്ടിപ്പോയ ട്രൗസറുമിട്ട് തലയിൽ സ്ട്രോ ഹാറ്റ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ തൊപ്പി, അതും ധരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്പീച്ച് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ ആ സ്ട്രോ ഹാറ്റിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതുവഴി അദ്ദേഹത്തിൻ്റെ മുടി ഒന്ന് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു വേഷത്തിലാണ് ഇദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കുട്ടിക്കാലത്ത് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ബെയർഫൂട്ട്, നഗ്നപാതനായി, സ്ട്രോ ഹാറ്റ്, വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ തൊപ്പി. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. Abbe, in company with his rail-splitting companion Dennis Hauser, attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms wildly. Abbe, in company with his rail-splitting companion Dennis Hauser, attended a political meeting. അബ്ബയുടെ കൂട്ടുകാരനായിട്ടുള്ള ഡെന്നിസ് ഹാങ്സ് അവരുടെ ജോലി എന്ന് പറയുന്നത് വേലി കെട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള തടി മുറിക്കുന്ന ജോലിയായിരുന്നു. അവർ ഈ ജോലി ചെയ്യുന്നതിനിടയിലാണ് കൂട്ടുകാരായത്. അപ്പോൾ അബ്ബയുടെ കൂട്ടുകാരനും ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ പ്രസംഗിക്കുന്നത് ഒരു ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കറാണ്. സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ മരക്കുറ്റിയുടെ മുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾ. അപ്പോൾ അടുത്ത പാരഗ്രാഫ്, അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദി സ്പീച്ച് did not meet the views either of Abbe or Dennis. The latter declared that Abbe could make a better speech than that, whereupon he got a dry goods box and called on Abbe to reply to the campaign orator. അപ്പോൾ ഈ സ്പീച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ അബ്ബയ്ക്കും ഡെന്നീസിനും ഈ സ്പീച്ച് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ഡെന്നീസ് പറഞ്ഞു, ഇതിനെക്കാട്ടും നല്ല സ്പീച്ച് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അബ്ബെ നൽകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഗുഡ്സ് ബോക്സ്, ഒരു പെട്ടി കൊണ്ടുവന്നിട്ട് എന്നിട്ട് അബ്ബേനെ അതിന് മുകളിലേക്ക് വിളിച്ചു കയറ്റി. ലിറ്റിൽ അബ്ബെ ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് മൗണ്ടിങ് the dry goods box delivered a speech which held the attention of the crowd and won him considerable applause. When the campaign orator admitted that it was a fine speech and answered every point in his own oration. Oration എന്ന് വെച്ചാൽ പ്രസംഗം. Little Abbe threw his old straw hat on the ground and mounting the dry goods box delivered a speech which held the attention of the crowd and won him considerable applause. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. Orator പ്രാസംഗികൻ, oration പ്രസംഗം. ഇത് കേട്ട ഉടനെ നമ്മുടെ അബ്ബെ അവൻ്റെ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ തൊപ്പി ദൂരെ എറിഞ്ഞതിന് ശേഷം ഗുഡ്സ് ബോക്സിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് നല്ലൊരു സ്പീച്ച് ഡെലിവർ ചെയ്തു. ഈ സ്പീച്ച് ആളുകൾക്കും അവിടുത്തെ ക്യാമ്പയിൻ ഓറേറ്റർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സ്പീച്ചിന് അവന് ആളുകളുടെ കയ്യിൽ നിന്നും നല്ല കയ്യടി ലഭിക്കുകയും ക്യാമ്പയിൻ ഓറേറ്റർക്ക് ഇഷ്ടമാവുകയും ചെയ്തു. Dennis Hauser, who thought Abbe was the greatest man who ever lived, was delighted, and he often spoke of how young Abbe got the better of the trained campaign speaker. അബ്ബെ എത്ര മഹാനായ വ്യക്തിയാണെന്ന് ഡെന്നിസ് ഹാങ്സ് ചിന്തിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം സന്തോഷത്തോടെ മറ്റുള്ളവരോട് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പീക്കറെ പോലെയാണ് അന്ന് സ്പീച്ച് ഡെലിവർ ചെയ്തെന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ഈ മരക്കുറ്റിയാണ് അബ്ബയുടെ കാലത്തൊക്കെ സ്പീച്ച് ഡെലിവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്.